ഹലോ എവ്രി വൺ, വെൽക്കം ടു എയ്സ്. നമ്മുടെ HSC ഇംഗ്ലീഷിൻ്റെ എക്സാം കഴിഞ്ഞു അല്ലേ? അടുത്ത് നമ്മുടെ മുന്നിലുള്ളത് HSST ഇംഗ്ലീഷിൻ്റെ എക്സാമിനേഷനാണ്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് ഡൗട്ട്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഡിസ്കഷനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് HSSTയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. PG, B.Ed, സെറ്റ് ഈ ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വേണ്ട ക്വാളിഫിക്കേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് HSST ഇംഗ്ലീഷിൻ്റെ എക്സാമിനേഷൻ ഒന്ന് നോക്കാം. 31 ഡിസംബർ 2021 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത് 23 ജൂലൈ 2022 ആണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു 7 months ആണ് സ്റ്റഡി ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 25 ഏപ്രിൽ 2023 ഷോർട്ട് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് 27 സെപ്റ്റംബർ 2023 അപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആവുന്നത് സെപ്റ്റംബർ 2026 അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിന് മുന്നേ തന്നെ HSST ഇംഗ്ലീഷിൻ്റെ എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് പോവാം. ടോട്ടൽ നമുക്കറിയാം 100 marks ആണ് വരുന്നത്. 100 marks വരുന്ന സമയത്ത് അതിൽ തന്നെ 4 parts ആണ് നമ്മുടെ സിലബസ് കാണുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ് തന്നെയാണ്. സബ്ജക്റ്റിൽ തന്നെ 14 modules ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ നമ്മുടെ സബ്ജക്റ്റ് ഏരിയയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്സ് എന്ന് പറയുന്നത് 70 marks ആണ്. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ത്, അതിൽ തന്നെ 1 to 14 modules ആണുള്ളത്. ഈ 1 to 14 modulesൽ തന്നെ 1 to 8 modules എന്ന് പറയുന്നത് 40 marksഉം പിന്നെ അതിനുശേഷം 9 to 14 എന്ന് വരുന്നത് 30 marksനാണ് വരുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടുന്ന ഒരു കാര്യം ഡീറ്റെയിൽഡ് ആൻഡ് നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി എന്ന് കാണുന്നുണ്ട്. പക്ഷേ നോൺ ഡീറ്റെയിൽഡ് സ്റ്റഡി ആണെന്ന് വിചാരിച്ച് നമ്മൾ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 2 ഏരിയകളും, അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏരിയാസും നോൺ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏരിയാസും നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ സിലബസ് വൈഡായിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏകദേശം ലിറ്ററേച്ചറിൻ്റെ എല്ലാ പാർട്സും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് സിലബസ് ഇട്ടിരിക്കുന്നത്. അതിൽ ബ്രിട്ടീഷ് വരുന്നുണ്ട്, അമേരിക്കൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്, ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് വരുന്നുണ്ട്, കൾച്ചറൽ സ്റ്റഡീസ് വരുന്നുണ്ട്, ഇന്ത്യൻ ലിറ്ററേച്ചർ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ സിലബസിൽ കാണിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ നമ്മൾ HSCക്ക് അപ്പാർട്ടായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. കൾച്ചറൽ സ്റ്റഡീസ് 14th മൊഡ്യൂളിലാണ് വരുന്നത്. നമ്മൾ HSC ഇംഗ്ലീഷിന് അധികം ഫോക്കസ് ചെയ്യാത്ത, അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ വരുന്ന ഒരു ഏരിയയാണ് കൾച്ചറൽ സ്റ്റഡീസ്. ഓക്കെ ഡിയേഴ്സ്, സോ നമുക്ക് പാർട്ട് 2ലുള്ള ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇതിൽ A വരുന്നത്, അതായത് ഇതിന് A സെക്ഷൻ, B സെക്ഷൻ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ A ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ 5 marks, അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് B സെക്ഷൻ വരുന്നു 5 marks. അതുപോലെ ഇനി നമുക്ക് തേർഡ് പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഏരിയ, ഈ ഒരു ഏരിയക്കൊരു സ്പെസിഫിക്കേഷൻ കൊടുത്ത് പഠിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വരേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ അത് കുറച്ച് കൺഫ്യൂഷൻ, അതുപോലെ തന്നെ ഇത് കുറച്ച് ടഫാണല്ലോ എന്ന് തോന്നിപ്പോകുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നുകൂടെ ഫോക്കസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു നിമിഷം മുതൽ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അതും 5 marksനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത, അത് ഒരു കുറച്ച് കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയയാണ് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആൻഡ് പ്രോഗ്രാംസ്. ഇതും പാർട്ട് 3യിലുള്ള B സെക്ഷനാണ്. അതും 5 marksനാണ്. അതുപോലെ ഇനി നമുക്ക് ഫോർത്ത് പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിനൈസൻസ് ആണ്. നമുക്കറിയാം PSC നടത്തിയിട്ടുള്ള ഒരുവിധം എല്ലാ എക്സാംസിനും റിനൈസൻസ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല. റിനൈസൻസ് ഇൻ കേരള ടുവേർഡ്സ് എ ന്യൂ സൊസൈറ്റി, അത് 5 marksനാണ് പാർട്ട് 4ൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എഫേർട്സ് ടു റീഫോം ദ സൊസൈറ്റി, അതിൽ സെക്ഷൻ, അതായത് 4th പാർട്ടിൽ തന്നെ വരുന്നതാണ് A സെക്ഷൻ, സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സ്. അതിൽ വരുന്നതാണ് നമുക്ക് SNDP യോഗം, NSS എക്സെട്ര, അങ്ങനെ ഒരുപാട് മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നത് സെക്ഷൻ B എന്ന് പറയുന്നത് സ്ട്രഗിൾസ് ആൻഡ് സോഷ്യൽ റിവോൾട്ട്സ് ആണ്. അത് നമുക്കറിയാം, അപ്പർ ക്ലോത്ത് റിവോൾട്ട്സ്, ചാനർ എഡ്യൂക്കേഷൻ എക്സെട്ര. അടുത്തത് റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്. നമുക്കറിയാം ഒരുപാട് പ്രസ്സസ് ഉണ്ട് അല്ലേ? സോ ന്യൂസ് പേപ്പേഴ്സ്, അങ്ങനെ ഒരുപാട് റോൾ ഓഫ് പ്രസ്, അതാണ് 4th പാർട്ടിൽ വരുന്ന അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നെ അതിൽ തന്നെ അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ,
അതിൽ നോവൽസ്, ഡ്രാമ, പോയട്രി ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ വേറൊരു ടോപ്പിക്, ഒരു ഏരിയയാണ് വിമൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളൊരു ടോപ്പിക്ക്. പിന്നെ ലീഡേഴ്സ് ഓഫ് റിനേസൻസ്. റിനേസൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ലീഡേഴ്സ് തന്നെയാണ്, റിനേസൻസിൻ്റെ ലീഡേഴ്സ്. പിന്നെ ആ ഒരു പാർട്ടിൽ തന്നെ വരുന്നതാണ് ലിറ്റററി ഫിഗേഴ്സ്. അതിനുശേഷം നമുക്ക് ബി സെക്ഷനിൽ, ഫോർത്ത് പാർട്ടിൽ ബി സെക്ഷന് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സ്. നമുക്കറിയാം ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു ടോപ്പിക്കാണ്. അത് മാത്രമല്ല അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, അത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ അതുകൊണ്ട് ഈ ഒരു നിമിഷം മുതൽ തന്നെ കറണ്ട് അഫേഴ്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു റാങ്ക് മേക്കിങ്ങിലേക്ക്, നമ്മുടെ ഡ്രീമിലേക്ക് എത്തിപ്പെടാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അടുത്തതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സിലബസും എല്ലാം ഉണ്ട്. എത്ര മാർക്സിന് എവിടെ നിന്നൊക്കെ വരും എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്കറിയാം. പക്ഷെ അതുമാത്രം മതിയോ? പോരാ. നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ പല കുട്ടികളും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫ്രം വെയർ ടു ഗെറ്റ് ദ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഹൗ ടു പ്രിപ്പയർ ഫോർ ദി എക്സാമിനേഷൻ എക്സെട്ര. സോ അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റഡി ടിപ്സ് എന്ന് പറയുന്നത്. സ്റ്റഡി ടിപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് തന്നെയാണ്. സിലബസ് നമ്മൾ ആദ്യം എടുത്തിട്ട് എവിടെ നിന്നൊക്കെയാണ് ഫോക്കസ് വന്നിട്ടുള്ളത്, ഏതൊക്കെ ഏരിയാസാണ് ടച്ച് ചെയ്ത് പോകുന്നത് എന്നെല്ലാം നമ്മൾ വിശദമായിട്ട് ഒന്ന് അനലൈസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യമാണ് നമ്മുടേതായിട്ടുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളത്. സോ അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് സ്റ്റഡി മെറ്റീരിയൽസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സ്റ്റഡി മെറ്റീരിയൽസിൽ നമുക്ക് ഒരുവിധം റൈറ്റേഴ്സിനെയും ഒരുവിധം മൂവ്മെൻറ്റ്സും എല്ലാം നമുക്കറിയാം അല്ലേ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എന്ത് കിട്ടുന്നോ നമുക്കറിയാം. ഒരു നെറ്റ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കോളേജിയറ്റിൻ്റെ സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഈ ഒരു സിലബസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് എന്തെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് പോയിൻറ്റ്സ് നമുക്ക് കിട്ടുമോ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് വർക്ക്ഔട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, നെറ്റ്, സെറ്റ് ആൻഡ് PSC. ഓക്കെ, ഇതെന്താണ്? നമ്മൾ കുറേ പഠിച്ചു അല്ലേ, നമുക്ക് എല്ലാം അറിയാം എന്ന് വെച്ചിട്ട് അങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും നോക്കാതെ എക്സാം ഹാളിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡെഫിനറ്റ്ലി വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും, നെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ഫോക്കസ് കൊടുക്കണം. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്ത് തന്നെ വേണം പഠിക്കാൻ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റിവിഷൻ എന്ന് പറയുന്നത്. റിവിഷൻ നല്ല രീതിയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റഡി എഫേർട്സ് എല്ലാം ഫെയിലാകുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ അത് ഓവർകം ചെയ്യാനും നമ്മുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് റിവിഷൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ആണ്. എവിടെ തുടങ്ങണം, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. എയ്സിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ഫോർഫ്രണ്ടിൽ നിൽക്കുന്ന റാങ്ക് ലിസ്റ്റുകളെല്ലാം എയ്സിന് മാത്രം സ്വന്തമാണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാൻ തന്നെയാണ്. എയ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പം വെൽ എക്സ്പീരിയൻസ്ഡ് ഉള്ള ടീച്ചേഴ്സ്, അതുപോലെ തന്നെ മന്ത്ലി എക്സാംസ്, വീക്ക്ലി എക്സാം, ടോപ്പിക് എക്സാം, OMR എക്സാം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതലായി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് വിത്ത് മെൻറ്റർ സപ്പോർട്ടാണ് എയ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ don't waste your time, study well, dream your first rank. All the best. Thank you.